MG ശ്രീകുമാർ വേടനെ അറിയില്ല എന്ന് പറഞ്ഞതിൽ വലിയ അല്പമൊന്നുമില്ല. കാരണം അവരിനിപ്പോൾ ചിലപ്പോൾ യേശുദാസിനോട് ചോദിച്ചു കഴിഞ്ഞാൽ അതൊക്കെ തന്നെ ആയിരിക്കും പറയും. ഈവൻ പിന്നാമ്പറ പുറമ്പോക്ക് തൃശ്ശൂർ റെയിൽവേ കോളനി പുറമ്പോക്കിൽ നിന്ന് ഉയർന്നു വന്ന ഒരു മാണിക്യമാണ്. അപ്പോൾ ഇത്തിരി നിറം കുറവുമാണ്. അപ്പോൾ അതുകൊണ്ട് പിന്നെ അവരൊക്കെ ഒരു ആയുസിലുണ്ടാക്കിയ ഓഡിയൻസിനെ ഒരൊറ്റ വേദിയിൽ ഒരൊറ്റ സ്റ്റേജിൽ ഇവൻ ഉണ്ടാക്കുന്നുണ്ട്. ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് എങ്ങനെ അറിയാമെന്ന് പറയാൻ കഴിയുക? ഒരിക്കലും കഴിയില്ല. പിന്നെ ഈ പറഞ്ഞതുപോലെ ഇത്തിരി നിറം കുറവാണ്. കാരണം അവരൊക്കെ ഉയർന്ന കുലജാതിയിൽ നിന്ന് വന്ന് അവരൊക്കെ ആ ഒരു താളത്തിലും ആ ഒരു പ്രിവിലേജോട് കൂടി വന്ന ആളുകളായി. അവരൊക്കെ ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ, കാരണന്മാരൊക്കെ ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ. ഇനി ചെക്കന്മാരുടെ കളിയാണ്, വേടനെ പോലെയുള്ള പുലിക്കുട്ടികളുടെ കളിയാണ്. വേടനെ പോലെ എന്ന് പറയുമ്പോൾ നമ്മൾ ഡെബ്സിയൊക്കെ ഇതിൽ കൂട്ടരുത് ഒരിക്കലും. ഡെബ്സിയൊക്കെ കാശിന് വേണ്ടി കണ്ടവനെ അപ്പ എന്ന് വിളിക്കുന്ന സ്വഭാവക്കാരനാണ്. എനിക്കൊന്നും അവനെ തീരെ ഇഷ്ടപ്പെടില്ല, തീരെ പിടിക്കില്ല. ഏതാണ് അമ്മോ എന്തൊക്കെ അപ്പൊ അവനിട്ടൊന്നും ഒരിക്കലും വേടനെ താരതമ്യം ചെയ്യരുത്. വേടൻ തീയാണ്, തീ. തണൽ കൊതിച്ചവർക്ക് ഒറ്റമരക്കാടാകാം, വരണ്ട് ചത്ത മണ്ണിൽ ഒറ്റതുള്ളി മഴയാകാം, ഇരുണ്ട പാതയിൽ ഒരു നുറുങ്ങു വെട്ടമാകാം, നിശബ്ദരായവർക്ക് ശബ്ദമായി മാറിടാം നീവ. അടികളിൽ വാക്കുകൾ അടങ്ങുകില്ല ഒടുങ്ങുകില്ല, ആൾ മരിച്ചു പോകിലും ആശയം മരിക്കുകില്ല. തല നരച്ച പോതിലും വനമതിലൊരു നരയതില്ല, നെയ് തളർന്ന പോതിലും പൊയ് വളർന്ന കഥയതില്ലവ. എവിടെ മർദ്ദനങ്ങൾ, എവിടെ വർഗവാദം, എവിടെ മനിതനടിമ, അവിടെ വിപ്ലവങ്ങളാകണം. എവിടെ ചങ്ങലകൾ, അവിടെ കൂടങ്ങളായി. രാഷ്ട്രീയം പറയരുത് എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മൾ രാഷ്ട്രീയം പാടിക്കൊണ്ടേയിരിക്കും.